ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ നടൻ അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. മറ്റു താരങ്ങൾക്ക് വാഹനം എത്തിച്ചു നൽകുന്നതിൽ ഇടപാടുകാരനായി പ്രവർത്തിക്കുന്നത് അമിത് എന്നാണ് നിഗമനം. കേസിൽ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് കസ്റ്റംസ് ഇപ്പോൾ. ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് ഫസ്റ്റ് ഓണർ വാഹനമാണ് പിടിച്ചെടുത്തത്. ഈ വാഹനത്തിന്റെ ഉടമയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാമ, ഇപ്പോ ഈ അമിത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൂടുതൽ എത്തുകയാണ്. അമിതാണ് വാഹനങ്ങൾ എത്തിച്ചു നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഇനി അന്വേഷണം, ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വിജയലക്ഷ്മി, അതായത് ഈ അമിത്തിന് കോയമ്പത്തൂർ റാക്കറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന ഒരു സംശയമാണ് നിലവിലിപ്പോൾ കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹന റാക്കറ്റ്, അതായത് വാഹന കള്ളക്കടത്ത് സംഘവുമായിട്ട് അമിത്തിൻ്റെ ബന്ധം, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് കസ്റ്റംസ് അന്വേഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി അമിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് പക്ഷേ വിളിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ഈ താരങ്ങൾക്ക് ഈ വാഹനം എത്തിക്കുന്നതിൽ അമിത്തിൻ്റെ പങ്കുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കസ്റ്റംസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ നുംകൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും ഒരു വാഹനം കൂടി പിടിച്ചെടുത്തിരുന്നു. 1992 മോഡൽ വാഹനമാണ്, അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഉടമ അത് ഫസ്റ്റ് ഓണർ വാഹനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് ഉടമയാര് എന്ന് അത് സംബന്ധിച്ച് കസ്റ്റംസ് പരിശോധിച്ചു. അതിൽ രജിസ്ട്രേഷൻ നടപടി നടത്തിയിരിക്കുന്നത് ഒരു അസം സ്വദേശി മാഹിൻ അൻസാരിയുടെ പേരിലാണ്. പക്ഷേ ഈ മേൽവിലാസം തെറ്റാണ് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും നിലവിൽ ഇതിൻ്റെ ഈ ഫസ്റ്റ് ഓണറെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി കസ്റ്റംസ് കടന്നിരിക്കുകയാണ്. നിലവിൽ ഇതുവരെ പിടിച്ചിരുന്ന വാഹനങ്ങളുടെ ഉടമകൾ, അതായത് 4ഉം 5ഉം ആളുകൾ കൈമാറി വന്ന വാഹന ഉടമകളെയാണ് പിടിച്ചിരുന്നതെങ്കിൽ ഇത് ആദ്യമായിട്ടൊരു ഫസ്റ്റ് ഓണർ വാഹനം, അത് ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് 1992 മോഡൽ ലാൻഡ് ക്രൂയിസർ വാഹനമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കേസിൽ നിർണായകമായൊരു ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ കസ്റ്റംസിന് ഇതുവഴി എത്താൻ കഴിയും. അതായത് ഈ വാഹന കള്ളക്കടത്ത് സംഘം ഈ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്താൻ കഴിയും എന്ന ഒരു നിഗമനം കൂടിയാണ് കസ്റ്റംസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. നിലവിൽ ഇതുവരെ ഏകദേശം 38ഓളം വാഹനങ്ങൾ കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട്. 150ലേറെ വാഹനങ്ങളാണ് വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു വർഷക്കാലം നീണ്ട ഒരു അന്വേഷണം, ആ അന്വേഷണത്തിനൊടുവിലാണ് ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു റെയ്ഡും കാര്യങ്ങളും ഒക്കെ കസ്റ്റംസ് നടത്തിയത്. അതിൽ ഈ സിനിമാ താരങ്ങൾക്കടക്കം ഈ വിദേശത്ത് നിന്നും ഈ ആഡംബര വാഹനങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം കസ്റ്റംസിൽ ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തിയത്. ഇതിൽ ഈ പ്രധാനിയായിട്ട് ഈ അമിത് ചക്കാലക്കൽ മാറുന്നുണ്ടോ, അതായത് ഇവർക്ക് വേണ്ടി വാഹനം എത്തിച്ചു നൽകാൻ അമിത് ചക്കാലക്കലാണോ ചോദ്യം ചെയ്യുക എന്നതിൽ എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ ശ്യാം? അക്കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന കൊണ്ട് നടത്തേണ്ടിയിരിക്കുന്നു. നിലവിൽ ഒരു 3 പേരെ, അതായത് ഇത് ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വാഹനക്കടത്ത് ഉണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടി ഈ കണ്ണികളിൽ 3 പേരെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. ഈ 3 പേരിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് കൂടുതൽ വാഹനങ്ങൾ പോയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഈ അമിത് ചക്കാലക്കലിലേക്കും കസ്റ്റംസ് എത്തുന്നത്. നിലവിലിപ്പോൾ അമിത്തിൻ്റെ ഒരു വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുവാനാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഓണറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അമിത്തിൻ്റെ കെയർ ഓഫിലാണ് ഈ ഗ്യാരേജിലേക്ക് മറ്റ് ഈ ആഡംബര വാഹനങ്ങൾ കൂടി എത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ആ വാഹനങ്ങളുടെ വിശദാംശങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവർക്കെല്ലാവർക്കും ഈ വാഹനങ്ങളുടെ ഫസ്റ്റ് ഓണറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയിക്കാനുള്ള സമൻസാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഈ ഫസ്റ്റ് ഓണർ വാഹനം കൂടി പിടിച്ച സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അമിത്തിന് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ അമിതാണ് വാഹനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്നുള്ള ഒരു വിവരമാണ് ശ്യാം നൽകുന്നത്. ഒരു ഫസ്റ്റ് ഓണർ വാഹനം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉടമയെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ 38 വാഹനങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഓപ്പറേഷൻ നുംകൂർ അതിന്റെ അന്വേഷണം ആഴത്തിൽ വ്യാപിക്കുക തന്നെയാണ്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.